ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജയറാമൻ ഇപ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ്. പുറത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും. അരികിൽ കാർത്തിയുണ്ട്. രാമനും സങ്കടത്തോടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതേസമയം കാർത്തി പോലീസുകാരോട് പറയുന്നുണ്ട് അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അവർ പോയ ബൈക്കിന്റെ നമ്പർ നിങ്ങൾക്ക് അറിയില്ലേ എന്നെ കാർത്തി പറയുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പറയുകയാണ് അത് ഫേക്ക് നമ്പറാണെന്ന്. ദേഷ്യത്തോടെ കാർത്തി ചോദിക്കുന്നു, എന്താണ് ഫേക്ക് നമ്പറോ? അവിടേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് ജഗദീഷും. മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ് ജഗദീഷ്. രാമനോട് ചോദിക്കുന്നു, വലിയേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഒന്നും പറഞ്ഞിട്ടില്ല, ഡോക്ടർ പറയാറായിട്ടില്ലെന്നാ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ രാമനും പറയുകയാണ് ജഗദീഷിനോട്. രാമേട്ടൻ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് രാമനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ജഗദീഷ്. ഇത് എവിടെ വെച്ചായിരുന്നു സംഭവം എന്ന് ജഗദീഷ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആ വീടിന് മുന്നിലുള്ള ആ റോഡിലെ അവിടെ വെച്ചായിരുന്നു. ഗുണ്ടകളാണോ ആക്രമിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്നാ പോലീസുകാർ പറഞ്ഞത്, പക്ഷേ അവര് ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും രാമൻ പറയുന്നു. ആരാണ് ഇതിന് പിന്നിലെന്ന് എനിക്കറിയാം, അത് ഉറപ്പായാൽ പിന്നെ പോലീസൊന്നും വേണ്ട, ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ജഗദീഷ്. ഇതേസമയം കൈമൾ കുഞ്ഞുമായി അവിടേക്ക് എത്തി. പെട്ടെന്ന് കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് നന്ദിനി. കുഞ്ഞിനെ എങ്ങനെയുണ്ടെന്ന് സങ്കടത്തോടെ ചോദിക്കുകയാണ് കൈമൾ. അവരൊന്നും പറഞ്ഞില്ല അച്ഛാ എന്നൊക്കെ നന്ദിനിയും പറയുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ് കൈമൾ. എന്താ മുത്തശ്ശ എൻ്റെ മുത്തശ്ശി വരാത്തത് എന്ന് സങ്കടത്തോടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്. കൈമൾ ഒന്നും പറയുന്നില്ല. എൻ്റെ അച്ഛനോടുള്ള മുത്തശ്ശിയുടെ വൈരാഗ്യം ഇനിയും തീർന്നിട്ടില്ലേ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു, മുത്തശ്ശി അത് കേട്ടപ്പോൾ പതറിപ്പോയി മോളെ. അവൾക്ക് മോനെ കാണാനുള്ള ശക്തിയില്ല. ഞാൻ വിളിച്ചതാണ്, വന്നില്ല. ഇതേസമയം ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. ഡോക്ടറിനോട് കാര്യം തിരക്കുകയാണ് കൈമൾ. ജയറാമിന്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. ജയറാമിന്റെ പരുക്കുകളൊക്കെ അല്പം സീരിയസ് ആണ്, ആഴത്തിൽ മുറിവുണ്ട്. എല്ലാവരും വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് ഇത് കേട്ടിട്ട്. ഓപ്പറേഷൻ വേണ്ടിവരും, എല്ലാം കഴിഞ്ഞിട്ടേ കൂടുതൽ സംസാരിക്കാൻ പറയാൻ പറ്റൂ എന്നൊക്കെ അവർ പറയുന്നു. കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയാണ് എൻ്റെ മൂത്ത മകൻ, അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു തരണം ഡോക്ടർ എന്ന് വീണ്ടും കൈമൾ ചോദിക്കുന്നുണ്ട്. വേണ്ടതെല്ലാം ചെയ്യാം, സമാധാനമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞ് ഡോക്ടർ കൈമളിനെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേസമയം ചെമ്പകമംഗലത്ത് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുകയാണ് സാവിത്രി. ഇത്രയ്ക്കാലം എൻ്റെ കൂടപ്പിറപ്പല്ലേ, എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ പേര് വരുമെന്നാ എൻ്റെ പേടി എന്ന് വിചാരിച്ച് ഒരുപാട് ടെൻഷനോടെ നടക്കുകയാണ് സാവിത്രി. ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും രാമനാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഒന്നുകൂടി വിളിക്കാമെന്ന് വിചാരിച്ച് സാവിത്രി ഒന്നുകൂടി വിളിക്കുകയാണ്. എന്നാൽ രാമൻ ഫോൺ എടുക്കുന്നില്ല. ഒടുവിൽ രാമൻ എടുത്തു. രാമേട്ട എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തത് എന്ന് പെട്ടെന്ന് ചോദിക്കുകയാണ് സാവിത്രി. വീട്ടിലിരിക്കുന്നവർക്ക് വിവരങ്ങൾ അറിയേണ്ടതെന്നും സാവിത്രി ചോദിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ വളരെ ടെൻഷനിലാണ്, അതാണ് ഫോൺ എടുക്കാത്തതെന്ന് പറയുന്നുണ്ട്. ഇതേസമയം സാവിത്രിയുടെ അരികിലേക്ക് രാജലക്ഷ്മി വരുന്നു. വിവരങ്ങൾ അറിയാനായിട്ടാണ് ഇപ്പോൾ ആ വരവ്. ഏട്ടന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ജയറാമേട്ടന്റെ സ്ഥിതി വളരെ സീരിയസ് ആണെന്ന് സങ്കടത്തോടെ പറയുകയാണ് രാമൻ. ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് സാവിത്രി. സീരിയസോ എന്ന് ചോദിക്കുന്നു. അടിയന്തരമായിട്ട് ഒരു ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്. ഇത് കേട്ട് വീണ്ടും ഞെട്ടലോടെ തന്നെ സാവിത്രി ചോദിക്കുന്നു, ഓപ്പറേഷനോ? ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് രാജലക്ഷ്മിയും. ജയറാമേട്ടനെ തിയേറ്ററിലേക്ക് കയറ്റാൻ പോവുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പറയാൻ പറ്റൂ. എന്തായാലും നീ ദൈവത്തോട് നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്ന രാമൻ പറയുന്നു. അത്രയും പറഞ്ഞ് രാമൻ ഫോൺ വെച്ചു. എന്തായാലും ആൾ മരിച്ചു പോവോ, എന്തായാലും എൻ്റെ ഭാഗം ക്ലിയർ ആക്കി വെക്കണം, ഹോസ്പിറ്റലിലേക്കൊന്ന് പോകാം, ആർക്കും സംശയം തോന്നരുത് എന്നൊക്കെ സാവിത്രി വിചാരിക്കുകയാണ്. അങ്ങനെ സാവിത്രി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. രാജലക്ഷ്മി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ ആ വീട്ടിൽ രാജലക്ഷ്മി മാത്രമാണുള്ളത്. രാജലക്ഷ്മി പൂജാമുറിയിലേക്ക് വന്നിട്ട് കണ്ണന് മുന്നിൽ തൊഴുത് സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോവാത്തതിനും എൻ്റെ മോനെ അവഗണിക്കുന്നതിനും എനിക്ക് ഒരുപാട് ശിക്ഷ നീ തരരുത്. എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരരുത്. പകരം വേണമെങ്കിൽ എൻ്റെ ജീവൻ നീ എടുത്തോളൂ എന്നൊക്കെ രാജലക്ഷ്മി പറയുകയാണ്. മകന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് രാജലക്ഷ്മി ആ സോഫയിലേക്ക് പോയി ഇരിക്കുകയാണ്. അപ്പോഴും ജയറാമൻ്റെ മുഖമാണ് മനസ്സിൽ വരുന്നത്. ജയറാമൻ മുന്നിൽ വന്ന് പറയുന്നു, അമ്മയില്ലാത്തൊരു ലോകം എനിക്കില്ല, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണോ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. മോനെ എന്ന് പറഞ്ഞ് അവിടുന്ന് ചാടി എണീക്കുകയാണ് രാജലക്ഷ്മി. ജയറാം തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് രാജലക്ഷ്മിക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയപ്പോൾ ജയറാമിനെ അവിടെ കാണുന്നില്ല. എന്നാൽ രാജലക്ഷ്മിയുടെ ഒരു തോന്നൽ മാത്രമായിരുന്നു അത്. പെട്ടെന്ന് പൊട്ടിക്കരയുകയാണ് രാജലക്ഷ്മി. പിന്നെ രണ്ടാമത് വരുന്നത് കൈമളാണ്. രാജലക്ഷ്മി, തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല, നമ്മുടെ മകന് ഒരു തെറ്റ് പറ്റിപ്പോയി, അവൻ ഞാനും നീയും വിളിച്ചാൽ വരാത്ത സ്ഥലത്തേക്ക് പറന്നു പോയേക്കും, അവനോട് ഇനിയെങ്കിലും നിനക്ക് ക്ഷമിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നുമോനെ എന്ന് വിളിക്കുകയാണ് രാജലക്ഷ്മി. പിന്നെ നോക്കിയപ്പോൾ കൈമളിനെയും അവിടെ കാണുന്നില്ല. ഇതെല്ലാം ഒരു തോന്നൽ മാത്രമായിരുന്നു എന്ന് രാജലക്ഷ്മി തിരിച്ചറിയുന്നു. പിന്നെ വരുന്നത് മീനാക്ഷിയാണ്. മുത്തശ്ശി, ഇപ്പോഴും എൻ്റെ പാവ അച്ഛനോട് മുത്തശ്ശിക്ക് ദേഷ്യമാണോ? ഒന്ന് വിളിക്കും മുത്തശ്ശി എൻ്റെ അച്ഛനെ മോനെ എന്ന്. ഇത് കേട്ട് രാജലക്ഷ്മി എൻ്റെ പൊന്നു മോനെ എന്ന് വിളിക്കുകയാണ്.
പിന്നീട് മീനാക്ഷിയും അവിടെ നിന്ന് പോകുന്നു. ആകെ തകർന്ന നിലയിലാണ് ഇപ്പോൾ രാജലക്ഷ്മി. വളരെ സങ്കടത്തോടെ വീണ്ടും ആ സോഫയിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനെ കൈവിടലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇതേ സമയം സാവിത്രിയും വല്ലാത്ത ടെൻഷനിലാണ്. ഇത് വലിയ കുഴപ്പത്തിലാവോ ദേവി? മനസ്സിന് ഒരു സമാധാനം ഇല്ലല്ലോ. ഈ സമയത്ത് ഇന്ദ്രജ വിളിക്കുകയാണ് സാവിത്രി. എങ്ങനെയുള്ള സാവിത്രി എന്ന് ചോദിക്കുന്നു. നീ എന്നെ കളിയാക്കിയില്ലേ? പക്ഷേ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. ഇതാണ് ഇന്ദ്രജ. എനിക്ക് ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, ഇത് ഇത്തിരി കൂടിപ്പോയി ഇന്ദ്രജെ. നീ ആളെ കൊന്നു കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നുണ്ട്, ആ കാര്യം ചോദിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. അയാളുടെ അവസ്ഥ ഇങ്ങനെയുണ്ട്. ആ ജയറാമിൻ്റെ ആളെ കാഞ്ഞു പോകാനാ സാധ്യതയെന്ന് സങ്കടത്തോടെ സാവിത്രി പറയുന്നുണ്ട്. ബോധമില്ല, ഇപ്പോൾ എൻ്റെ ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്. കാഞ്ഞു പോട്ടെ എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി. ഇവനൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല. എന്തായാലും ഗുണ്ടകൾക്ക് ക്യാഷ് കൊടുത്തത് വെറുതെ ആയില്ല. സാവിത്രി പറയുന്നു, ദേ വെട്ടും കുത്തുമായിട്ട് ചോരയിൽ കുളിച്ച് കിടക്കുന്നത് ഞാൻ പോയി എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇന്ദ്രജ പറയുന്നു, സ്പോട്ടിൽ തീർത്തേക്കാനാണ് ഞാൻ അവന്മാർക്ക് നിർദ്ദേശം കൊടുത്തത്. ഇത് വലിയ പ്രശ്നമാവും ഇന്ദ്രജ, എനിക്ക് പേടിയാവുന്നു. 2 കൊടുക്കണമെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, കൊല്ലാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ സാവിത്രി പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു, അതെന്താ സാവിത്രി അങ്ങനെ പറയുന്നത്? അതല്ല ഇന്ദ്രജ, ഈ ഏട്ടനെ ഗുണ്ടകൾ വെട്ടുന്നത് കണ്ട അവിടെ പോലീസ് എത്തിയത്. അത് ഗുണ്ടകളാണെന്നും അത് ആരുടെ ഗുണ്ടകളാണെന്നും സംഗതി കൊട്ടേഷനാണെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ ജയറാം കാർത്തിയുടെ അമ്മാവനാണ്. ഇന്ദ്രജിക്ക് അറിയാലോ, തല പോയാലും ഒരു സ്വാധീനത്തെയും വഴങ്ങുന്നവനല്ല എൻ്റെ മകൻ കാർത്തി. ഏട്ടൻ മരിച്ചാലും ഇല്ലെങ്കിലും കാർത്തി ഈ കേസ് ഏറ്റെടുക്കും. ഇന്ദ്രജ അച്ഛൻ പെങ്ങളാണെന്നൊന്നും സാവിത്രി കരുതത്തില്ല. അല്ല, കാർത്തി കരുതൂല. കാർത്തി പിടികൂടുന്നത് ഇന്ദ്രജി തന്നെ ആയിരിക്കുമെന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു, എങ്ങനെ? അല്ല ഇന്ദ്രജ ഒന്ന് കരുതിയിരുന്നോളാനെന്ന് സാവിത്രി ഇന്ദ്രജിയോട് പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു, കരുതിയിരിക്കേണ്ടത് ഞാനല്ല നീയാണ്. ഇത് കേട്ട് സാവിത്രി വീണ്ടും ഞെട്ടി നിൽക്കുന്നു. സ്വന്തം ഏട്ടനെ കൊല്ലിക്കണമെന്ന് നിരന്തരം എന്നോട് ആവശ്യപ്പെട്ടത് നീയാണ്. ഇത് കേട്ട് ആകെ തകർന്ന നിലയിലായിരിക്കുകയാണ് ഇപ്പോൾ സാവിത്രി. വീണ്ടും ഇന്ദ്രജ പറയുന്നു, സ്വന്തം ചേട്ടനെ കൊല്ലാനുള്ള കുറ്റം ചെയ്യിപ്പിച്ചവനാണ് നീ. പ്രേരണ കുറ്റമാണ് ഏറ്റവും വലിയ കുറ്റം. ഇന്ദ്രജയെ ഞാൻ കൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്ന് സാവിത്രി പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് ഇന്ദ്രജ. നീ പറഞ്ഞതിനൊക്കെ എൻ്റെ കയ്യിൽ ഡിജിറ്റൽ തെളിവുണ്ട്. ഒന്നിച്ച് നിന്നാൽ നിനക്കും എനിക്കും കൊള്ളാം. എനിക്കിട്ട് പാരരാകിയാൽ ജയിലിലേക്ക് പോകുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കും. അത് മറക്കണ്ടെന്ന് പറഞ്ഞ് ഇന്ദ്രജ ഫോൺ വെച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് സാവിത്രി. ഇതേ സമയം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരിക്കുകയാണ് ജയറാമനെ. പുറത്ത് എല്ലാവരും വളരെ ടെൻഷനോടെ തന്നെ നിൽക്കുന്നു. എൻ്റെ അച്ഛനോട് ആർക്കാ ഇത്ര ശത്രുത? എൻ്റെ അച്ഛനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എൻ്റെ അച്ഛന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എൻ്റെ അച്ഛനെ കാത്തോണ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയുന്നു. നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നു, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ വേദന ആരോട് പറയും? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ജേട്ടനെ മറക്കാൻ സാധിക്കില്ല. എൻ്റെ ജേട്ടനൊന്നും വരുത്തരുതേ ഭഗവാനെ എന്ന് നന്ദിനിയും പ്രാർത്ഥിക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.